സ്നേഹിതാവായ ദൈവമേ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ഒരിക്കൽ കൂടി പ്രഘോഷിക്കുവാൻ ദൈവമേ എന്നെ അനുവദിക്കുന്നതിന് ഓർത്ത് ദൈവമേ അങ്ങോട്ട് നന്ദി പറയുന്നു. ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഈ സന്ദേശം കാണുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എബ്രഹാമിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, കർത്താവെ ദൈവജനത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വചനം പ്രഘോഷിക്കാൻ എന്നെ അനുവദിക്കുന്നതിന് ഓർത്ത് ദൈവമേ നന്ദി പറയും. കേൾക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായം നമുക്ക് പ്രാർത്ഥനയ്ക്കും പഠനത്തിനുമായി തിരഞ്ഞെടുക്കാം. ഈ അധ്യായത്തിൽ നിക്കോദെമോസ് എന്ന മഹാപണ്ഡിതനായ മനുഷ്യൻ യേശുവിനെ കാണുവാനായിട്ട് കടന്നു വരുന്നു. യഹൂദയുടെ ഭരണക്രമം അനുസരിച്ച് 72 പേരുള്ള സെൻഹെദ്രീൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭരണ നിർവാഹക സമിതി ഉണ്ടായിരുന്നു. ഈ സെൻഹെദ്രീനാണ് പിന്നീട് സിനഡ് എന്ന ഇംഗ്ലീഷ് വാക്കിലേക്ക് പരിഭാഷപ്പെടുത്തി വന്നത്. സെൻഹെദ്രീൻ എന്നത് ഗ്രീക്കിലും ഹീബ്രു ഭാഷയിലും ഉപയോഗിക്കുന്ന പദാവലിയാണ്. വചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ഫരിസയരിൽ നിക്കോദെമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ വന്നത് ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയെങ്കിലും ഒരുവന് നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് നിക്കോദെമോസ് തന്റെ യേശുവുമായിട്ടുള്ള ഇന്ററാക്ഷൻ തുടങ്ങുന്നത്. വചനം 1-ാമത്തെ തിരുവാക്യത്തിൽ പറഞ്ഞ ഫരിസയരിൽ നിക്കോദെമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. യഹൂദരുടെ ഇടയിൽ പല ആത്മീയ ചിന്തയുമായി ബന്ധപ്പെട്ട പല വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും സുവിശേഷം വായിക്കുന്ന സമയത്ത് കേൾക്കുന്ന ഒരു പദമാണ് ഫരിസേയൻ, സദുക്കായൻ, നിയമജ്ഞൻ എന്നീ പദങ്ങൾ. പിന്നെ ജാതികളെ സൂചിപ്പിക്കുന്ന ചില വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട്: എദോമ്യർ, ഹിത്യർ, അമരേക്യർ, അമോണിയർ, മുവാബിയർ എന്നൊക്കെ പറഞ്ഞിട്ട് പെരൂസിയർ, ജബൂസിയർ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ചില പദാവലികൾ കേൾക്കാറുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞതെല്ലാം വംശങ്ങളെയും വർഗങ്ങളെയും കുലങ്ങളെയും ഗോത്രങ്ങളെയും ഒക്കെയാണ് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഫരിസയർ എന്ന് വിളിക്കപ്പെടുന്നത് യഹൂദരുടെ ഇടയിലുള്ള ഒരു ആത്മീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളെയാണ്. 5 നേരം പ്രാർത്ഥിക്കുക, കൃത്യമായിട്ട് ദശാംശം കൊടുക്കുക, ബലികളിലും കാഴ്ചകളിലും മോശയുടെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുക ചെയ്യുന്ന ആളുകളാണ് ഫരിസയരായിട്ട് വന്നത്. ആ ഫരിസയരുടെ നേതാവായ നിക്കോദെമോസ് രാത്രി യേശുവിന്റെ അടുത്ത് വരുന്നു. യേശുവിനോട് പറയുന്നു, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരു ആയതുകൊണ്ടാണ് യേശുവെ അങ്ങേക്ക് ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നത്. അടയാളങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്: കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു, മുടന്തർ സൗഖ്യം പ്രാപിക്കുന്നു, രക്തസ്രാവക്കാരി സൗഖ്യം പ്രാപിക്കുന്നു, വിവിധങ്ങളായ രോഗങ്ങൾ ബാധിച്ച ആളുകളൊക്കെ സൗഖ്യം പ്രാപിക്കുന്നു. അത് ദൈവത്തിൽ നിന്ന് വന്നൊരു അടയാളമായിട്ട് നിക്കോദെമോസ് കണക്കാക്കുന്നു. എന്നാൽ നിക്കോദെമോസിന്റെ സഹപ്രവർത്തകരായ ഫരിസേയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്നു, പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ ഉപയോഗിച്ചുകൊണ്ടാണ് യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത്. ഒരു 2 ചിന്താഗതികൾ നിൽക്കുകയാണ്. എന്തായാലും നിക്കോദെമോസ് യേശുവിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നു, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്നൊരു ഗുരുവാണെന്ന് ഞാൻ അറിയുന്നു. ദൈവം കൂടെ ഇല്ലെങ്കിൽ അങ്ങ് ഈ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കില്ലെന്ന്. യേശു ഇങ്ങനെ മറുപടി പറയുന്നു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണുകയില്ല. ഫരിസേയൻ 5 നേരം പ്രാർത്ഥിക്കുന്നു, കൃത്യമായ ദശാംശം കൊടുക്കുന്നു, ശരീരഭാഗങ്ങൾ മൂടിപ്പച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, എല്ലാവിധ ആധ്യാത്മിക നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നുണ്ട് സ്വർഗത്തിൽ പോകാൻ സാധിക്കുമെന്ന് ഉറപ്പായും വിശ്വസിച്ചിരുന്ന ആളുകളാണ് ഫരിസേയർ. എന്നാൽ യേശു പറയുന്നു, നീ ഇത് ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. നിനക്ക് സ്വർഗത്തിൽ പോകണം, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നീ വീണ്ടും ജനിക്കണം. നീ വീണ്ടും ജനിക്കണം. ഈ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞ സമയത്ത് നിക്കോദെമോസിന് ഇത് മനസ്സിലായില്ല. നിക്കോദെമോസ് വീണ്ടും സംശയിച്ച് നിൽക്കുന്ന സമയത്ത് യേശു പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. വീണ്ടും ജനിക്കണം എങ്കിൽ മാത്രമാണ് സ്വർഗരാജ്യം കാണാൻ കഴിയുള്ളൂ. ഇത് പറഞ്ഞ വഴിക്ക് നിക്കോദെമോസ് തിരിച്ചു യേശുവിനോട് ചോദിക്കുകയാണ്, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? പ്രായമായ മനുഷ്യന് എങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞതിന്റെ കാരണം, നിക്കോദെമോസ് ഒരു വൃദ്ധനായിരുന്നു.
മുതിർന്ന പൗരനായിരുന്നു. പ്രായമായ മനുഷ്യന് വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിക്കോദെമോസ് ചിന്തിച്ചത് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് എങ്ങനെയാണ് വളർന്ന് മുതിർന്ന ഒരു മനുഷ്യനെ ജനിക്കുവാൻ സാധിക്കുക എന്ന ചിന്തയാണ് മഹാപണ്ഡിതനായിരുന്നിട്ടും നിക്കോദെമോസിന്റെ ഉള്ളിൽ കടന്നുപോയത്. സുവിശേഷം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണാറുണ്ട്, യേശു ചില സമയങ്ങളിൽ പ്രഘോഷണം നടത്തുന്നു, അല്ലെങ്കിൽ സാധാരണ പ്രസംഗങ്ങൾ നടത്തുന്നു. ചില സമയത്ത് പ്രബോധനങ്ങൾ കൊടുക്കുന്നു, യേശു പഠിപ്പിക്കുന്നു. ചില സമയത്ത് യേശു സൗഖ്യ ശുശ്രൂഷ ചെയ്യുന്നു. ചില സമയത്ത് പൈശാചിക ശക്തികളിൽ നിന്നുള്ള വിടുതൽ ശുശ്രൂഷ ചെയ്യുന്നു. അല്ലെങ്കിൽ 4 തരത്തിലുള്ള യേശു ശുശ്രൂഷ ചെയ്യുന്നു. ഇവിടെ യേശു നിക്കോദെമോസുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും നിക്കോദെമോസ് എന്ന മഹാപണ്ഡിതന് ചില ആത്മീയമായ പ്രബോധനങ്ങൾ, ആഴമായ ആത്മീയ പ്രബോധനങ്ങൾ കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നിക്കോദെമോസ് വീണ്ടും ജനിച്ചാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് നിക്കോദെമോസ് യേശുവിനോട് ചോദിക്കുന്നു, പ്രായമായ മനുഷ്യർ എങ്ങനെ ഇത് സാധിക്കുമെന്ന് പറഞ്ഞ സമയത്ത് യേശുവോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. സത്യം സത്യമായി ഞാൻ പറയുന്നു, ആദ്യം പറഞ്ഞു സത്യമായി ഞാൻ പറയുന്നു വീണ്ടും ജനിക്കണം എന്നാലേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞതിന് ഒന്നും കൂടെ ഒരു എക്സ്പ്ലനേറ്ററി ആയി കുറച്ചും കൂടെ ഒന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിലും, നേരത്തെ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞു, ഇപ്പൊ പറയുന്നു ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇത് കഴിഞ്ഞാൽ അതിനോട് കൂടെ ചേർന്ന് പറയാണ്, മാംസത്തിൽ ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവാണ്. നിക്കോദെമോസ് മഹാപണ്ഡിതനായിരുന്നിട്ട് ഇതൊന്നും മനസ്സിലായില്ല. മാംസത്തിൽ ജനിക്കുന്ന മാംസവും ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാംസത്തിൽ ജനിക്കുന്നത് മാംസമാണെന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും സ്വാഭാവികമായ വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അവർക്ക് മക്കൾ ജനിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് മാംസത്തിൽ നിന്ന് ജനിക്കുന്ന ശിശുവായി വരുന്നത്. മാംസത്തിൽ ജനിക്കുന്ന മാംസമാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മാംസം പിണ്ഡം ജനിക്കുന്ന സമയത്ത് സ്വാഭാവികമായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജഡിക മനുഷ്യന്റെ ജഡികാസക്തിയിൽ നിന്ന് ജനിക്കുന്ന മകൻ, ആ മകൻ ഒരു സ്വാഭാവിക മകനായിട്ട് വരുന്നു, അല്ലെങ്കിൽ ലോകത്തിന്റെ ആത്മാവോടുകൂടി വരുന്നു. അങ്ങനെ ലോകത്തിന്റെ ആത്മാവോടുകൂടി കടന്നു വരുന്ന വ്യക്തി വീണ്ടും ജനിച്ച് ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിന് അർഹനായി തീരുക എന്നുള്ള വലിയ ആത്മീയ സത്യമാണ് യേശു ഇവിടെ നിക്കോദെമോസിനെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പറയുന്നു, മാംസത്തിൽ നിന്ന് ജനിച്ച മനുഷ്യനെ കുറിച്ച് പറയുന്നു, ആത്മാവിൽ ജനിച്ച മനുഷ്യനെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെ പറയുന്നത്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന് പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാറ്റ് സ്വാഭാവികമായിട്ടും ആ കാറ്റിന്റെ ഗതിക്ക് അനുസരിച്ച് വീശിപ്പോവും. അതേസമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആരാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ജനിക്കുന്നത് ആർക്കും പറയാൻ സാധിക്കില്ല. ഇപ്പൊ ഒരു ധ്യാനത്തിനൊക്കെ വരുന്ന സമയത്ത് ജ്ഞാനസ്നാനം സ്വീകരിച്ച് കത്തോലിക്ക സഭയിലെ അംഗമായി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിലും ആത്മാവിന്റെ പ്രവൃത്തികൾ ആ വ്യക്തിയിലൂടെ വെളിപ്പെടുന്നുണ്ടായിരിക്കില്ല. കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ പങ്കെടുക്കുകയും ധ്യാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പുരോഹിതൻ ശിരസിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ആത്മാവിന്റെ വരദാനങ്ങൾ ചിലപ്പോൾ ചില വ്യക്തികളിലൂടെ വെളിപ്പെടുവാനായിട്ട് പോകുന്നത്. ആരിലൂടെ എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് ആർക്കറിയില്ലെങ്കിലും സാധാരണഗതിയിൽ ഈ ഒരു പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവ്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കാറ്റ് വീശുന്ന സമയത്ത് കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. എവിടെയാണ് കൊടുങ്കാറ്റ് അടിക്കുന്നത്, എവിടെയാണ് പേമാരി അടിക്കുന്നത് എന്ന് പറയാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. സാധാരണ രീതിയിൽ അത് കണ്ടെത്താൻ പ്രയാസവുമാണ്. എന്നാൽ കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന് പറഞ്ഞ് അതിന് തൊട്ട് താഴെ പറഞ്ഞു, ആത്മാവിൽ ജനിക്കുന്ന ഏവനും ഇതുപോലെയാണ് എന്ന് പറഞ്ഞാൽ ആർക്ക് എപ്പോൾ ഒരു രൂപാന്തരം സംഭവിക്കും, ആർക്ക് എപ്പോൾ ഒരു മനംമാറ്റം വരും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ അവരിലൂടെ എപ്പോഴാണ് വെളിപ്പെടുക എന്നുള്ളത് പറയുവാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഈ നിക്കോദെമോസുമായിട്ടുള്ള ചർച്ച മുന്നോട്ട് പോകുന്ന സമയത്ത് പറയുന്നു, കാറ്റ് അതിനിഷ്ടമുള്ളടത്തേക്ക് വീശുന്നു, അതിന് ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്ന ഏവന്. ഈ വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനാണ്. ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്ന ഏവനും. ഇപ്പൊ മദ്യപാനത്തിന് അടിമപ്പെട്ടു ക്രിമിനൽ പശ്ചാത്തലത്തിൽ നടക്കുന്ന നിരീശ്വരവാദിയായിട്ട് നടക്കുന്ന ആളുകളൊക്കെ ചില സമയത്ത് ധ്യാനം കൂടുകയും
ആദ്യമായിട്ട് ധ്യാനം കൂടുമ്പോൾ തന്നെ അവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ കൃപകളും വരദാനങ്ങളും അഭിഷേകമൊക്കെ ലഭിച്ച് അവർ ശുശ്രൂഷയിൽ വലിയ ഉയർന്നു വരുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ധ്യാന സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷെ ചില ആളുകൾ ധ്യാന സെന്ററുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും വെച്ചാൽ അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ അനുസരിക്കുന്നവരും തൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പലരും നിബന്ധനകളും നിർബന്ധങ്ങളും നിയമങ്ങളും കടന്നു വരുന്ന സമയത്ത് അതിനെ വിമർശിക്കാനും വെല്ലുവിളിക്കാനും ഒക്കെ തയ്യാറായി പോകുന്നത്. കാറ്റ് അതിന് ഇഷ്ടമുള്ളതേക്ക് വീശുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നത് എവിടേക്ക് പോകുന്ന അറിയില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്നവനും. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് നിക്കോദെമോസ് ചോദിച്ചു. യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ട് കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? സത്യം സത്യമായി നിന്നോട് പറഞ്ഞു, ഞങ്ങൾ അറിയുന്നതിനെ പറ്റി സംസാരിക്കുന്നു, കണ്ടവയെ പറ്റി സാക്ഷ്യപ്പെടുന്നു, എന്നിട്ട് ഞങ്ങളുടെ സാക്ഷി നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗമികമായ കാര്യങ്ങളെ കുറിച്ച് സംശയിക്കുന്ന ആളുകൾക്ക് ആത്മീയമായ കാര്യങ്ങൾ എങ്ങനെ ആത്മീയ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് യേശു പറയുന്നത്. ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നില്ല, ഞങ്ങൾ നൽകുന്ന ഉറപ്പുകൾ നിങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇതെല്ലാം സ്വാഭാവികമായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യുന്നു. ഇത് കഴിഞ്ഞ യേശു തുറന്നു പറയാണ്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറഞ്ഞു, ഞങ്ങൾ അറിയുന്നതിനെ പറ്റി സംസാരിക്കുന്നു, കണ്ടവയെ പറ്റി സാക്ഷ്യപ്പെടുന്നിട്ട് ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. യേശു പറയുന്നു, ഞങ്ങളും യേശുവും തന്റെ ശിഷ്യന്മാരും യേശു തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരും പിന്നീട് തെരഞ്ഞ 72 ആളുകളും സുവിശേഷം പ്രഘോഷിക്കുകയാണ്. ആ പ്രഘോഷിക്കുന്ന സമയത്ത് പറഞ്ഞു, ഞങ്ങൾ അറിയുന്നവയെ പറ്റി സംസാരിക്കുന്നു, അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ വലിയ മെയിനൊന്നും അടിക്കുന്നില്ല, അറിയുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു, കണ്ടവയെ പറ്റി സാക്ഷ്യപ്പെടുന്നു, എന്നിട്ട് ഞങ്ങളുടെ സാക്ഷി നിങ്ങൾ സ്വീകരിക്കുന്നു. ഭൗമിക കാര്യങ്ങൾ പറ്റി ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുന്ന സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഇപ്പൊ യേശു പറയുന്നത് മുഴുവൻ ഭൗമികമായ കാര്യങ്ങളാണ്. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഈ ഉത്തരവൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നു, സത്യമായി എന്നോട് പറഞ്ഞു, ഞങ്ങൾ അറിയുന്നതിനെ പറ്റി സംസാരിക്കുന്നു, കണ്ടതിനെ പറ്റി സാക്ഷ്യപ്പെടുത്തും. അറിയുന്നതും കണ്ടതുമായ കാര്യങ്ങൾ മാത്രമാണ് യേശുവും ശിഷ്യന്മാരും പ്രഘോഷിച്ചിരുന്നത്. എന്നിട്ട് ഞങ്ങളുടെ സാക്ഷി നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഭൗമിക കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? വീണ്ടും ജനിക്കുന്നതിനെ കുറിച്ച് പറയുന്നു, മാംസത്തിൽ നിന്ന് ജനിക്കുന്നതിനെ കുറിച്ച് പറയുന്നു, കാറ്റ് എവിടെ നിന്ന് വരുന്നു, കാറ്റ് എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല എന്ന് പറയുന്നു. ഭൗമികമായ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ വിശ്വസിക്കാനായിട്ട് നിക്കോദെമോസിന് പ്രയാസം അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ യേശു ചോദിക്കുന്നു, ഭൗമികമായ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിക്കാത്ത നിങ്ങൾക്ക് സ്വർഗീയമായ രഹസ്യങ്ങൾ എങ്ങനെ പറയാൻ കഴിയും? തുടർന്ന് നമ്മൾ 13 വാക്യത്തിൽ വായിക്കുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഇപ്പൊ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത് ജലത്താലും ആത്മാവിലും വീണ്ടും ജനിക്കണമെന്ന്. 14 വാക്യത്തിൽ വരുന്ന സമയത്ത് യേശു പറഞ്ഞു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി വരുന്നതിനെ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടാണ്ടിരിക്കുന്നു. മോശ പിച്ചള സർപ്പം കടിക്കുകയും ജലം മരിക്കുകയും ചെയ്യുന്ന സമയത്ത് ദൈവത്തേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ ദൈവം മോശയോട് കൽപ്പിക്കുന്നു. പിച്ചള സർപ്പത്തെ ഉണ്ടാക്കിയതിന് ശേഷം ദൈവജനത്തോട് പറയുന്നു, മോശ ഉണ്ടാക്കിയ പിച്ചള സർപ്പത്തെ നോക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പാമ്പ് കടിയേറ്റ് മരിക്കുന്ന സന്ദർഭത്തിൽ നിന്നുള്ള മോചനവും വിടുതലും ലഭിക്കുമെന്ന് പറയുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകത്തിലെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം യേശു പറയുന്നു, തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകുന്നതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കും. മോശ പഴയ നിയമത്തിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയ പോലെ യേശു ഉയർത്തപ്പെടും. യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള ആദ്യത്തെ മുന്നാസ്വാദനമായിട്ട് പറയാവുന്ന തിരുവചന ഭാഗങ്ങളാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. എന്നാൽ അവരിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാൻ നിത്യജീവൻ പ്രവേശിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തുടർന്ന് പറയാണ്, ഈ മനുഷ്യപുത്രൻ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തുമെന്ന് പറഞ്ഞിട്ട് പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രൻ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനുള്ള പ്രത്യേകത അവൻ വഴി രക്ഷ പ്രാപിക്കാനാണ്. അപ്പൊ എന്തിനാണ് യേശു കടന്നു വന്ന് എന്നൊരു ചിന്തയുണ്ട്. ചില ആളുകൾക്ക് ശിക്ഷിക്കുന്ന ദൈവം എന്നൊരു ചിന്താഗതി ഉള്ളതുകൊണ്ട് ആ രീതിയിലാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ യേശു പറയുന്നു, തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവം,
മുൻ പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവം എന്ന് പറഞ്ഞാൽ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന, ഭയപ്പെടുത്തുന്ന, ഭീഷണിപ്പെടുത്തുന്ന ദൈവമായിരുന്നെങ്കിൽ പുതിയ നിയമ കാലഘട്ടത്തിൽ വരുന്ന സമയത്ത് സ്നേഹത്തിൽ അടിസ്ഥാനമായ വിശ്വാസത്തെ കുറിച്ച് പറയുന്ന ദൈവമായി മാറുന്നു. എന്നിട്ട് 17-ാമത്തെ വാക്യത്തിൽ പറയാണ്, ദൈവം തന്നെ പുത്രൻ ലോകത്തിൽ അയച്ച ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനുള്ള പ്രത്യേകം വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. ഇതാണ് ശിക്ഷാവിധി എന്ന് പറയുന്നത്. പ്രകാശ ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നതെന്ന് ചിന്തിക്കേണ്ട സമയമാണ്. നമ്മൾ വെളിച്ചത്തെയാണോ സ്നേഹിക്കുന്നത്, അന്ധകാരത്തെയാണോ സ്നേഹിക്കുന്നത്? പാപം ചെയ്ത്, തിന്മ ചെയ്ത്, പാപത്തിൽ മരിക്കുന്ന വ്യക്തികള് അന്ധകാരത്തിൽ ജീവിക്കുന്നു, അന്ധകാര ശക്തികളുടെ വലയത്തിൽ ജീവിക്കുന്നു. നന്മ ചെയ്ത് അഥവാ അറിഞ്ഞറിയാതെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപത്തിൽ മനസ്താപിക്കുകയും കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അന്ധകാര ശക്തികളുടെ പിടിയിൽ നിന്ന് മോചനം പ്രാപിക്കുകയും ദൈവം ഒരു പുതിയ ജനത്തെ വാർത്ത് ഒരുക്കി എടുക്കുകയും ചെയ്യും. നമുക്ക് കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പറഞ്ഞ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകട്ടെ. മഹാപണ്ഡിതനായ മനുഷ്യന് മനസ്സിലാവാത്ത ഒരു കാര്യം യേശു നമ്മോട് പറയുന്നു. നിങ്ങൾ വീണ്ടും ജനിക്കണം. ജലത്താലും ആത്മാവിനാലും ജനിക്കണം. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചാൽ നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കും. അങ്ങനെ ദൈവരാജ്യം അവകാശമാവാനായിട്ട് പരിശ്രമിക്കുന്ന ജനത്തിനോട് പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു കാര്യം പറയുന്നു. മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശു ക്രിസ്തുവിനെ ഉയർത്തപ്പെടും. യേശു ക്രിസ്തുവിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. യേശു ക്രിസ്തുവിനെ ഉയർത്തിയപ്പോൾ യേശുവിലേക്ക് നോക്കിയവർ രക്ഷ പ്രാപിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ സംലബ്ധമാകുന്ന യേശുവിന്റെ രക്തം വഴി ദൈവജനം വിടുതലും മോചനവും സൗഖ്യവും പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ജനം അടിമത്തത്തിലായിരുന്ന സമയത്ത് ആരാധനാ സ്വാതന്ത്ര്യമാണ് ചോദിച്ചത്. ഈ കാലഘട്ടത്തിലും ദൈവജനത്തിന് ആരാധന സ്വാതന്ത്ര്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥന ഈ വൃത്തത്തിന് നൽകുന്നതിന് ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ.